അർത്ഥവത്തായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വിലമതിക്കുക. ബ്രോക്കണായിട്ടുള്ള ഫാമിലി ബന്ധങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. കയ്പും ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിക്കും. നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മൾ ക്ഷമിക്കുക. അപ്പോൾ തന്നെ സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്, ആരോഗ്യപരമായിട്ടുള്ള നല്ല ബൗണ്ടറീസും നാം സെറ്റ് ചെയ്യണം. എഫേസ്യർ 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നമ്മളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നത്, ആത്മീകമായിട്ടും എല്ലാം നമ്മളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്ന ബന്ധങ്ങളെ നാം വിലമതിക്കണം. സദൃശവാക്യം 13:20 തന്നെ പറയുന്നത്, ജ്ഞാനികളോടുകൂടി നടക്കുന്നവൻ ജ്ഞാനിയായിത്തീരും, ഭോഷന്മാരോട് നടക്കുന്നവനോ നശിപ്പിക്കപ്പെടും. നല്ല ആത്മീക പക്വതയുള്ള, തിരുവെഴുത്ത് പ്രകാരം നല്ല ജ്ഞാനവും പക്വതയുമുള്ള ഗോഡ്ലി മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ക്രിസ്തുവിലുള്ള ആ ഒരു ഓട്ടത്തിൽ നമ്മളെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്കെന്നുള്ള ഗൈഡൻസ് ഒക്കെയും തരുവാൻ അവരെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫാമിലിയും ഫ്രണ്ട്സായിട്ടുള്ളവരുമായിട്ട് ബി കണക്റ്റഡ്. അവരെ ഒന്നുകിൽ വിളിക്കാം, അല്ലെ അവരെ സന്ദർശിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സ്ട്രെസ്, സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യും.